മനുഷ്യർ ഭൂമിയിൽ തീർത്ഥാടകരാണെന്നും പ്രത്യാശയോടെ ആ യാത്ര നടത്തണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ. ഇന്ന് മനുഷ്യൻ വഴിമുട്ടി നിൽക്കുന്നത് സഹനത്തിന്റെ മുൻപിലാണ്. ഈ സാഹചര്യത്തിൽ വിവിധങ്ങളായ സ്വാർത്ഥ ചിന്തകളിലേക്കും വ്യക്തി താൽപര്യങ്ങളിലേക്കും അല്പം സന്തോഷത്തിനായി മനുഷ്യൻ പോകുന്നു. നിരാശയിൽ തകർന്നു വീഴുന്ന ജീവിതങ്ങൾ ആത്മഹത്യയിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും നീങ്ങുകയാണ്. അതിൽ നിന്നും അകന്ന പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ഭൂമിയിൽ മനുഷ്യർ ചിലവഴിക്കണമെന്നും അദ്ദേഹം ഉയർപ്പ് തിരുനാൾ സന്ദേശത്തിൽ പറഞ്ഞു. ഉത്ഥാനം എന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. പൗലോസ്ലിഹയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. മിശിഹ ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. സുപ്രധാനമായ വിശ്വാസ സത്യം ആഴത്തിൽ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മനുഷ്യനെന്ന് ഒരുപാട് പ്രതിസന്ധിയിലും ആശങ്കകളിലുമാണ്. നിരാശയിലും അപകടകരമായ തിന്മകളിലേക്കുമൊക്കെ വഴുതിപ്പോകുന്ന ഒരു കാലത്ത് പ്രത്യാശയുടെ വലിയ സന്ദേശമാണ് സകല മനുഷ്യർക്കുമായി ഈശോയുടെ തിരുവുത്ഥാനം നൽകുന്നത്. മരണത്തെയും പീഡനങ്ങളെയും സഹനത്തെയും എല്ലാം അതിജീവിക്കുന്ന ഉത്ഥാനമെന്ന ആ രക്ഷാകര സത്യത്തെക്കുറിച്ച് ആഴമുള്ള ഒരു ദർശനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് മനുഷ്യർ വഴിമുട്ടി നിൽക്കുന്നത് സഹനത്തിന്റെ മുമ്പിലാണ്, മരണത്തിന് മുമ്പിലാണ്. അങ്ങനെ വഴിമുട്ടി നിൽക്കുന്നതോട് തന്നെ വിവിധങ്ങളായ സ്വാർത്ഥ ചിന്തകളിലേക്ക്, വ്യക്തി താല്പര്യങ്ങളിലേക്ക്, തന്നിഷ്ടങ്ങളിലേക്ക് ഇത്തിരി സന്തോഷം കിട്ടാൻ വേണ്ടി മനുഷ്യൻ അകപ്പെട്ടു പോകുന്നുണ്ട്. നിരാശയിൽ തകർന്ന് വീഴുന്ന ജീവിതങ്ങൾ, ആത്മഹത്യയിൽ ഒടുങ്ങുന്ന ജീവിതങ്ങൾ, കുറ്റകൃത്യങ്ങളിൽ വ്യാപരിക്കുകയും കൊലപാതകങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന സമകാലിക പരിസരങ്ങൾ, ഇതെല്ലാം ഉത്ഥാന ചിന്തയിൽ നിഷ്പ്രഭമാകുന്നു. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ തീർത്ഥാടകരാണെന്നുള്ള സത്യം തിരുവുത്ഥാനം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഈ ഭൂമിയിലെ നമ്മുടെ യാത്ര ഇവിടെ തീരാനുള്ളതല്ല, അത് നിത്യതയിലെത്തി യഥാർത്ഥ സൗഭാഗ്യത്തിലേക്ക് ചേരാനുള്ളതാണെന്നുള്ള വലിയ സന്ദേശമാണ് ഈശോ തരുന്നത്. സഹനവും മരണവും അന്ത്യമല്ല, മറിച്ച് അത് ഒരു കടന്നുപോകലാണ്, തുടർച്ചയാണ്, നിത്യതയിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവോ അതനുസരിച്ചുള്ള വലിയ അനുഗ്രഹത്തിന്റെ വഴിയിലേക്കുള്ള വാതിലാണ് ഈശോ മിശിഹായുടെ തുറക്കപ്പെട്ട കല്ലറ എന്ന സത്യം.